എടി കുഞ്ഞോളെ, ഇന്നലെ ഞാൻ ക്ലബിൽ ചെന്നപ്പോ പോൾസനെ കണ്ടു. നിനക്കറിയാവോ പോൾസനെ? പിന്നില്ലേ, എനിക്ക് അറിഞ്ഞൂടെ. അവര് വലിയ ബിസിനസ് ദുബായിൽ തുടങ്ങാൻ പോണെന്നൊക്കെ പറഞ്ഞത്. അല്ലെങ്കിൽ അവര് ഭയങ്കര പൈസ പാർട്ടിയാ. കാരണം കഴിഞ്ഞ ദിവസം ഈ പോൾസന്റെ ഭാര്യ ജോളി ഞാൻ ക്ലബിൽ വെച്ച് കണ്ടായിരുന്നേ. അവളുടെ കഴുത്തിൽ ഒരു നെക്ലേസ്, ഓ എന്നാ ഭംഗിയാ കാണാൻ. അത് കണ്ടപ്പോ തൊട്ടുള്ള ഒരു ആഗ്രഹം അതുപോലെ ഒരെണ്ണം എനിക്ക് മേടിക്കണം എന്ന്. ഒരാളുടെ കഴുത്തിൽ ഒരു മാല കണ്ടിട്ടുണ്ടെങ്കിൽ നിനക്കപ്പ ആ മാല വേണം. ഒരാൾ ടൂറ് പോയാൽ അപ്പ നിനക്കും ടൂറ് പോകണം. ഇതൊന്നും നടക്കണ കാര്യമാണോ? നിങ്ങൾക്കേ ഈ ഫ്ലാറ്റ് മേടിക്കാനൊക്കെ കാശുണ്ടായിരുന്നല്ലോ. നിങ്ങൾ മോളെ കെട്ടിക്കണം എന്ന് പറഞ്ഞല്ലേ എനിക്ക് ഒരു സാധനം മേടിച്ചു തരാത്ത. ഇത് നിങ്ങക്ക് മേടിച്ചു തരാൻ പറ്റൂല്ലോ, അത് പറ. എനിക്ക് പറ്റൂല, നീ എഴുന്നേറ്റ് പോ. ഞാൻ പോവാ. അല്ലെങ്കിലോ നീ പഠിക്കുവാണോ മോളെ? ആ മമ്മി, എന്നാ പറ്റി? ഓ എന്നാ പറ്റ, കാലിനൊക്കെ വേദനയാ. എനിക്ക് എന്റെ ജീവിതം മടുത്തു മോളെ. അതെന്ത് പറ്റി മമ്മി പെട്ടെന്ന്? ജീവനെ കൊണ്ട് ഞാൻ തോറ്റിരിക്കുക. ഒരു സാധനം മേടിച്ചു തരത്തില്ല. ഇപ്പൊ ഈ ഫ്ലാറ്റ് ഒക്കെ മേടിച്ചില്ലേ, ഒരു സാധനം എനിക്ക് ഒരു സാരിയെ മേടിച്ചു തരുമോ, ഒരു നെക്ലേസ് മേടിച്ചു തരുമോ, എന്തിന് ഒന്നും തന്നെ മേടിച്ചു തരത്തില്ല. അമ്മയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ഞാൻ ആ ബോൾസിന്റെ ഭാര്യ ജോളിയുടെ കഴുത്തി കിടന്ന നെക്ലേസ് പോലത്തെ ഒരെണ്ണം എനിക്കും വേണമെന്ന് പറഞ്ഞു. പക്ഷെ അതുപോലും പുള്ളിക്ക് മേടിച്ചു തരാൻ ഒക്കത്തില്ല. ഓ, പപ്പയ്ക്ക് ഇപ്പൊ ടൈറ്റ് ഒക്കെ ആയിരിക്കും മമ്മി. നമ്മുടെ ഫ്ലാറ്റിന്റെ പണിയൊക്കെ ഇപ്പൊ അങ്ങ് തീർന്നല്ലേ ഉള്ളൂ. ഒരുപാട് പൈസ ചെലവായതല്ലേ. എപ്പോഴും ഇങ്ങനാ ഇതാ പറയുന്നത്. നമുക്ക് സ്വന്തമായിട്ട് കാശുണ്ടെങ്കിൽ ആരോടും ചോദിക്കേണ്ടി വരത്തില്ല. നമുക്ക് സ്വന്തം കാര്യം നോക്കി ജീവിക്കാം. അത് ശരിയാ മമ്മി. മമ്മി എന്തെങ്കിലും സ്വന്തമായിട്ട് പയ്യെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്. ഓ എന്നെ സ്റ്റാർട്ട് ചെയ്യാനാന്നേ? അമ്മയ്ക്ക് നന്നായിട്ട് കുക്കിംഗ് അറിയാൻ പാടില്ലേ? അപ്പൊ അത് വെച്ചിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ലേ? ആലോചിക്കാവുന്നതാണ്. ഞാൻ ഇച്ചിരി അപ്പവും മട്ടൺ സ്റ്റൂ ഒക്കെ ഉണ്ടാക്കി കൊടുത്താലോ? അത് നല്ല ഐഡിയ മമ്മി. മമ്മിയുടെ അപ്പവും മട്ടൺ സ്റ്റൂ അടിപൊളി ടേസ്റ്റാ. അതാവുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്കാണെങ്കിൽ ക്ലബ്ബിൽ നല്ല കണക്ഷൻ ഉണ്ട്. അപ്പൊ അവരുടെ അടുത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മമ്മിക്ക് അത്യാവശ്യം കൊച്ചു കൊച്ചു ഓർഡറൊക്കെ ആദ്യം കിട്ടി തുടങ്ങി. അന്ന് ക്ലിക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ കേറ്ററിംഗ് ഒക്കെ ആയി വലിയ കല്യാണവർക്കൊക്കെ കിട്ടിയാലോ? അത് കൊള്ളാം, നന്നായിരിക്കും. എങ്ങനെയുണ്ട് കുഞ്ഞോളെ, കുഞ്ഞോളുടെ അപ്പത്തിന്റെയും മട്ടൺ സ്റ്റൂവിന്റെ ഒക്കെ ബിസിനസ്? ക്ലബിലൊക്കെ വലിയ ചർച്ചയാ അതിനെപ്പറ്റി. ഓ ചർച്ച മാത്രമേ ഉള്ളൂ, മെച്ചമൊന്നുമില്ല. ഇതുവരെ ഒരു ഓർഡറും കിട്ടിയില്ല. ഓ, ഈ അപ്പക്കച്ചവടം കൊണ്ടൊന്നും വലിയ കാര്യമില്ല. ഞാനാണെങ്കിൽ ഒരാഴ്ച മുന്നേ ഒരു ബ്രൈഡൽ മേക്കപ്പ് കോഴ്സിന് വന്ന് ചേർന്നിട്ടുണ്ട്. 6 മാസത്തെ കോഴ്സാ. അതങ്ങ് പഠിച്ചിറങ്ങിയ ലക്ഷങ്ങളുടെ വരുമാനമല്ലേ. കുഞ്ഞോളും കൂടി എൻ്റെ കൂടെ വന്ന് ചേരു കുഞ്ഞോളെ. ബ്രൈഡൽ മേക്കപ്പോ? അതെന്നാ സാധനമാ? അതുപോലും അറിഞ്ഞുകൂടാ. അത് ഈ മണവാട്ടിമാരെയൊക്കെ ഒരുക്കാൻ വേണ്ടി പഠിപ്പിക്കുന്ന ഒരു കോഴ്സാ കുഞ്ഞോളെ. കുഞ്ഞോളും കൂടി എൻ്റെ കൂടെ വന്ന് ചേര്. അതാകുമ്പോൾ നമുക്ക് പഠിച്ചിറങ്ങി കഴിയുമ്പോഴേ ഒരുമിച്ചൊരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് പോലെ അങ്ങ് തുടങ്ങി ലക്ഷങ്ങൾ ഉണ്ടാക്കാം. അത് കൊള്ളാം. എന്നാ പിന്നെ ഞാൻ അത് പഠിക്കാൻ പോയാലോ? ഇനി അതിന്റെ കൂടെ കുറവുള്ളൂ. അതൊക്കെ വലിയ ചെലവുള്ള കാര്യമാണ്. ഓ, 6 മാസത്തെ കോഴ്സിന് 30,000 രൂപ ചെലവുള്ളൂ എബ്രഹാമേ. അത്ര ആവുള്ളൂന്നേ. മമ്മി എന്നാ മോനെ? അന്ന് മിസ്സസ് ബെത്ലഹേം 2025 മമ്മിക്ക് കിട്ടിയ 25,000 ചെക്കില്ലേ, അത് എൻ്റെ കയ്യിൽ ഭദ്രമായിട്ട് ഇരിപ്പുണ്ട്. അത് മമ്മി എടുത്തോ. പിന്നെ ഒരു 5,000 രൂപ കൂടി പപ്പ കൊടുത്താൽ പോരെ? അപ്പോൾ പ്രോബ്ലം സോൾവ് ആയല്ലോ. അതാവുമ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ. 5,000 രൂപയും കൂടെ തന്ന് സഹായിച്ചാൽ മതി. അപ്പൊ ശരി സുഷമേ, നാളെ മുതൽ ഞാനും വരാം. കുഞ്ഞോളെ, ഇന്ന് പഠിപ്പിച്ചതൊക്കെ മനസ്സിലായ? പിന്നെ മനസ്സിലായി. പറഞ്ഞ നല്ല എളുപ്പമാണല്ലേ. ഒരു ബ്രഷ് എടുക്കുന്നു, പെയിന്റ് അടിക്കുന്നു, ലിപ്സ്റ്റിക് ഇടുന്നു, കണ്ണില് പെയിന്റ് അടിക്കുന്നു, ചുമ്മാ വരയ്ക്കുന്നു. നമുക്ക് പണ്ട് ഇതൊക്കെ പഠിക്കേണ്ടതായിരുന്നു അല്ലേ. അതാ വൈകി പോയി. മാസത്തിൽ ഒരു 5 ദിവസം വർക്ക് ചെയ്താൽ 5 ലക്ഷം രൂപയായില്ലേ. ബാക്കി 25 ദിവസം നമുക്ക് ടൂർ അടിച്ച് നടക്കാം. സ്വിറ്റ്സർലൻഡും ദുബായി ഒക്കെ നമ്മളൊരു പൊളി പൊളിക്കും. അതെ, നമുക്കൊന്ന് കലക്കണം. എടി കുഞ്ഞോളെ, നീ എന്തിനാടി ഇങ്ങനെ ഉരുട്ടി കൂട്ടണത് ഈ ചപ്പാത്തിക്ക്? വല്ല ഓർഡർ ഉണ്ടോ അതിന്? ഓർഡർ ഒന്നും അല്ലാന്നേ, ഞാനേ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാ ഒരാഴ്ചത്തേക്കുള്ള ചപ്പാത്തി അങ്ങോട്ട് ഉണ്ടാക്കി വെക്കാന്ന് വിചാരിച്ചു. പിന്നെ നീ ആ ബ്രൈഡൽ മേക്കപ്പ് ഒക്കെ പഠിക്കാൻ പോയില്ലേ? അതിന് വല്ല വർക്ക് കിട്ടിയോ അതിനൊക്കെ? ഇതുവരെ ഒന്നും ശരിയായില്ല. സുഷമ എന്തെങ്കിലും വർക്ക് പിടിക്കാതിരിക്കില്ല. നീ സുഷമയായിട്ട് കീരിയും പാമ്പും ആയിരുന്നല്ലോ. ഇപ്പൊ ചക്കര അടയും പോലെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നടക്കണ എന്താണ്? അച്ചായനറിയാവോ, നമ്മൾ വിചാരിക്കും പോലെയൊന്നും അല്ല ഈ ലോകം. ഞാൻ വിചാരിച്ചോണ്ടിരുന്ന പോലെയൊന്നും അല്ല സുഷമ. നല്ല സ്നേഹമുള്ള ആളാ. എന്തൊരു നല്ല മനസ്സാ, പെരുമാറ്റവും. ഓ, എന്നെ ഒരുപാട് സഹായിച്ചു ഇത് പഠിച്ചെടുക്കാനൊക്കെ. അങ്ങ് ഒറ്റ കെട്ടാ ഞങ്ങളിപ്പം. കുഞ്ഞോളെ, എന്നാ സുഷമേ? നമുക്കൊരു വർക്ക് ശരിയായിട്ടുണ്ട്. ഇങ്ങ് വന്ന് ഞാൻ പറയട്ടെ.
എന്റെ ഒരു കൂട്ടുകാരന്റെ അമ്മാച്ചന്റെ മോളാ. അവര് 1 ലക്ഷം രൂപയ്ക്ക് വേറൊരു പാർട്ടിക്ക് വർക്ക് കൊടുത്താർന്ന്. നമ്മുടെ ഭാഗ്യത്തിന് അവരുടെ അടുത്ത ബന്ധു തട്ടിപ്പോയി. അതുകൊണ്ട് അവർ ഈ വർക്ക് ഒഴിഞ്ഞു. 1 ലക്ഷം രൂപയുടെ വർക്കായിരുന്നു. ആണോ? നമുക്ക് 1 ലക്ഷം രൂപ കിട്ടുമോ? ഓ, നമ്മുടെ ആദ്യത്തെ വർക്കല്ലേ, അതുകൊണ്ട് ഞാനൊരു 50,000 രൂപ പറഞ്ഞു. അപ്പൊ നമുക്ക് 25,000 രൂപ വെച്ച് അച്ചായന്റെ മുമ്പിൽ എനിക്കൊന്നും ഞെളിയണം. അടുത്ത ഞായറാഴ്ച 5 മണിക്ക് നമുക്ക് ഇറങ്ങണം കേട്ടാ. അടുത്ത ഞായറാഴ്ച കേട്ട്. അപ്പൊ ഒരുങ്ങി ഇന്നോടെ ഞാൻ കാറായിട്ട് വരാം. ആ, സണ്ണിച്ചൻ ഇന്നലെയാണോ വന്നത്? ഫാമിലി ആയിട്ട് ഒരാഴ്ചയായിട്ട് ദുബായിലായിരുന്നോ? ഓ, ആ കുഞ്ഞോളിവിടെ ഇല്ല സണ്ണിച്ചോ. ആ സുഷമയായിട്ട് എന്തോ ബ്രൈഡലിനെ ഒരുക്കാൻ വേണ്ടിയിട്ട് ഒരു വർക്ക് കിട്ടിയെന്ന് പറഞ്ഞ് രാവിലെ 5 മണിയായപ്പോഴത്തേക്ക് അവരിന്ന് പോയതാണ്. എപ്പോഴാണ് വന്നതെന്ന് അറിഞ്ഞുകൂടാ. ഇനി ചിലപ്പോൾ രാത്രിയാവും. പിന്നെ എനിക്കൊരു എന്തോ ആരോ എന്നെ വിളിക്കുന്നുണ്ട് അർജൻറ്റായിട്ട്. ഞാനിപ്പോൾ തിരിച്ചങ്ങ് വിളിക്കാം കേട്ടോ. ഹലോ, ആരാ സംസാരിക്കണേ? അയ്യോ, എന്തു പറ്റി? അയ്യോ, ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ. ഞാനിപ്പോൾ വരാം, 1 മിനിറ്റ്, ഞാനിപ്പോൾ എത്തിക്കൊള്ളാം കേട്ടോ. വെയിറ്റ് ചെയ്യും. അവിടെ ഇരിപ്പ് കണ്ടില്ലേ, ഓരോന്ന് ഒപ്പിച്ചു വെച്ചിട്ട്. ആ കല്യാണ പെണ്ണിന്റെ മുഖം മൊത്തം പൊള്ളിപ്പോയി. ഇപ്പം ആശുപത്രിയിലാണ്. കല്യാണവും മാറ്റി വെച്ചു എന്ന് കേൾക്കണ്ട്. ഈ 50,000 രൂപ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പോയിട്ട് 2 ലക്ഷം രൂപ കൊടുത്താൽ ഒരു വിധം ഞാൻ അവിടെ നിന്ന് ഊരിക്കൊണ്ട് പോകുന്നത് കേസ്. അയ്യോ, 2 ലക്ഷം രൂപയോ? അതിന് നമ്മളൊന്നും ചെയ്തില്ലല്ലോ അല്ലേ? ബ്ലീച്ച് ഇട്ട സമയം കുറച്ച് കൂടിപ്പോയോ എന്നൊരു സംശയം. അങ്ങനെ ആയിരിക്കും എന്ന് തോന്നുന്നു. എന്തായാലും ഈ 2 ലക്ഷം രൂപയുടെ പാതി 1 ലക്ഷം രൂപ സുഷമ തരും അല്ലേ? കുഞ്ഞോളെ, എനിക്ക് നാളെ രാവിലെ ഒരു യൂറോപ്യൻ ട്രിപ്പ് ഉണ്ട്. ഞാനെന്നാ ഇറങ്ങട്ടെ. അച്ചായ ഇറങ്ങട്ടെ. അയ്യോ, അപ്പൊ കാശ്? ഇപ്പൊ എങ്ങനെ ഇരിക്കണു? നമ്മൾ കാണുന്ന പോലെ അല്ല ഈ ലോകം. അവള് കേമിയ അച്ചായ, കേമിയ. ഇനി അച്ചായൻ പറയുന്നതിന്റെ അപ്പുറം ഒരടി ഞാൻ എടുത്തു വെക്കത്തില്ല അച്ചായ. എന്നെ വിശ്വസിക്കും. സത്യം, അന്തോട് സുബ്രഹ്മണ്യാണ് സത്യം.